നമുക്ക് ഈ വീഡിയോയിൽ സ്ക്രീൻ ഔട്ട്പുട്ട് ആൻഡ് കീബോർഡ് ഇൻപുട്ട് നോക്കാം. അതായത് വാട്ട് ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ സ്ക്രീൻ ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ഡിസ്പ്ലേ ഔട്ട്പുട്ട് ടു ദ യൂസറും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടു ക്യാപ്ചർ ദ യൂസർ ഡേറ്റ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മെത്തേഡ്സ് ഫോർ സ്ക്രീൻ ഔട്ട്പുട്ട് നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ യൂസറിന് ഔട്ട്പുട്ട് സ്ക്രീനിൽ കണ്ടൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അതിന് 4 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് console.log, second one is document.write, third one is alert, and fourth one is inner HTML. So first one console.log നോക്കാം. console.log എന്ന് പറയുന്നത് ശരിക്കും ബ്രൗസർ കൺസോളിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരും. ഓക്കെ, ആക്ച്വലി ഇത് നമ്മൾ ഡീബഗിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസിയർ ആണ് കൺസോൾ ബ്രൗസറിൽ ഔട്ട്പുട്ട് വരുവാണെങ്കിൽ. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ്: കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് വാട്ട് എവർ വി റൈറ്റ് വിത്ത് ഇൻ ഡബിൾ കോട്ട്സ് അതേപോലെ പ്രിൻ്റ് ചെയ്ത് വരും. സോ ഞാൻ ഹലോ എന്നാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തു. ഇനി പക്ഷേ എനിക്ക് കൺസോൾ ബ്രൗസറിലാണ് റൺ ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ നോർമൽ ബ്രൗസറിലല്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബ്രൗസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്റ്റ് എടുക്കുക. ഇൻസ്പെക്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ കൺസോൾ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിതൊന്ന് റൺ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നോർമൽ വെബ് പേജ്. അതിൻ്റെ അകത്തല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. എവിടെ നമുക്ക് ഔട്ട്പുട്ട്, വെബ് പേജിൻ്റെ അകത്തല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, കൺസോളിൻ്റെ അകത്താണ്. സോ ഞാനിത് സേവ് ചെയ്തു, ജസ്റ്റ് അത് റിഫ്രഷ് ചെയ്തു. കണ്ടോ എന്ത് വന്നു? ഹലോ എന്ന് വന്നു. സോ അതേപോലെ നമ്മൾ ഇവിടെ ഞാൻ ഹലോ ജാവ സ്ക്രിപ്റ്റ് ഞാൻ കൊടുത്തു, സേവ് ചെയ്തു, റൺ ചെയ്തു. യെസ്, ഇപ്പം എന്ത് വന്നു? ഹലോ ജാവ സ്ക്രിപ്റ്റ് എന്ന് വന്നു. ഓക്കെ, സോ ഇനി ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരു വേരിയബിൾ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. ഇനി ഹലോ ജാവ സ്ക്രിപ്റ്റ് ഞാൻ 20 എന്ന് എനിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് 20 ആണ് വരേണ്ടത്. വിത്തിൻ ഡബിൾ കോട്ട്സിന് 20 കൊടുത്താൽ 20 വരും. ഇനി എനിക്ക് എക്സിൻ്റെ അകത്തുള്ള വാല്യൂ വരണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വേറെ ഇങ്ങനെ കൊടുത്തു, ലെറ്റ് y is equal to 30, then let z is equal to x plus y എന്ന് കൊടുത്തു. ഓക്കെ, സോ അപ്പം എക്സിൻ്റെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ എന്ത് വരും? എക്സ് പ്ലസ് വൈ, ദാറ്റ് ഇസ് 20 + 30 50 എന്ന് വരും. സോ എനിക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കാം, സം ഓഫ് എക്സ് ആൻഡ് വൈ, എക്സ് ആൻഡ് വൈ ഈസ് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ എനിക്ക് ജസ്റ്റ് ഞാൻ ഇസഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വരത്തില്ല, പ്ലസ് ഇസഡ് എന്ന് കൊടുക്കാം. പ്ലസ് ഇസഡ് മീൻസ് ദ വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദ വേരിയബിൾ ഇസഡ് ആയിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സോ നമുക്ക് നോക്കാം. ഞാൻ സേവ് ചെയ്തു, എന്നിട്ട് റൺ ചെയ്തു. സോ എന്ത് വന്നു? സം ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് എന്ത് വന്നു? ഇസഡിൻ്റെ വാല്യൂ ദാറ്റ് ഇസ് 50 വന്നു. ഇനി ഞാൻ വെറും ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എന്നുള്ളത് നോക്കാം. സേവ് ചെയ്തു, റൺ ചെയ്തു. വെറും ഇസഡ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ എറർ വരുന്ന കണ്ടോ? ഇവിടെ വെറും ഇസഡ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. എറർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീബഗിങ് എന്ന് പറയുന്നത് നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമാണ് കൺസോളിൽ കൊടുക്കുവാണെങ്കിൽ. ഓക്കെ, എന്ത് മിസ്സിംഗ് ആണ്? ആഫ്റ്റർ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ പ്ലസ് കൊടുക്കണം. സോ ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. യെസ്, കറക്റ്റ്. സോ ഇതാണ് console.log. ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഇറ്റ് ഔട്ട്പുട്ട്സ് ടു ദ ബ്രൗസർ കൺസോൾ. അത് ഇവിടെ വെബ് പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് എടുത്ത് കൺസോൾ എടുക്കാം. ഇനി നെക്സ്റ്റ് വൺ ഇസ് document.write നോക്കാം. document.write എന്ന് നോക്കാം. സോ ഞാനിതെല്ലാം മാറ്റുന്നു. console.log മാറ്റിയിട്ട് അപ്പോൾ ഞാൻ കൺസോൾ ക്ലോസ് ചെയ്യാം. സോ console.log മാറ്റിയിട്ട് ഞാൻ document.write ഓഫ് ഇസഡ് എന്ന് കൊടുക്കുന്നു. എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ എന്താ വന്നത്? യെസ്. അപ്പം സോ വാട്ട് ഇസ് ദ യൂസേജ് ഓഫ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്? ഇറ്റ് റൈറ്റ്സ് ഡയറക്ട്ലി ടു ദ വെബ് പേജ്. വെബ് പേജിൻ്റെ അത് ഡയറക്ട്ലി എന്ത് വരും? അതിൻ്റെ വാല്യൂ വരും. ഇസഡിൻ്റെ വാല്യൂ എന്താണ്? 50. അതാണ് 50 വന്നത്. ഇനി ഞാൻ ഇങ്ങനെ കൊടുത്തു, സം ഓഫ് എക്സ് ആൻഡ് y is plus z. അപ്പോൾ എങ്ങനെ വന്നു? യെസ്, സം ഓഫ് x and y is, what is the value of z? 50. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേജ് എന്ന് പറഞ്ഞാൽ വെബ് പേജിൽ ഡയറക്റ്റ്ലി ഡിസ്പ്ലേ ചെയ്യും. കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞാൽ കൺസോളിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. ഇനി അലേർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അലേർട്ട് നമുക്ക് നോക്കാം. അലേർട്ട് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റ് ഞാൻ അലേർട്ട് ഓഫ് ഞാൻ ഹലോ എന്ന് വല്ലതും കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സേവ് ചെയ്തു റൺ ചെയ്യും. അപ്പോൾ എന്ത് വരും? ദിസ് പേജ് സേസ്. ഇതാണ് അലേർട്ട്. ഒരു അലേർട്ട് എന്ന് പറയുന്നത് ഒരു പോപ്പപ്പ് അലേർട്ട് ബോക്സ് ഇങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് അലേർട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. വേറെ വലിയ യൂസേജ് ഒന്നുമില്ല. ഈ പോപ്പപ്പ് അലേർട്ട് ബോക്സ് വരും എന്നുള്ളതേ ഉള്ളൂ. അതാണ് അലേർട്ട് എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ ഇസ് ഇന്നർ HTML. ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഇന്നർ HTML എന്ന് പറയുമ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ആ ഒരു ID കൊടുക്കുമ്പോഴത്തേക്ക് ഡോട്ട് ഇന്നർ HTML ഈസ് ഈക്വൽ ടു നമ്മുടെ ആ കണ്ടൻറ്റ്, ആ HTML അകത്തുള്ള ആ HTML എലമെൻറ്റ് മാറിയിട്ട് വേറൊരു കണ്ടൻറ്റ് വരും. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എംബഡിങ്ങിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 4 മെത്തേഡ്സ് ഫോർ സ്ക്രീൻ ഔട്ട്പുട്ട്: കൺസോൾ ഡോട്ട് ലോഗ്, document dot write, alert and inner HTML. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ്സ് ഫോർ ക്യാപ്ചറിങ് കീബോർഡ് ഇൻപുട്ട് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോംപ്റ്റ് ആണ് അല്ലേ. സപ്പോസ് ഞാൻ ലെറ്റ് x is equal to prompt of enter first number. Next, let y is equal to prompt of enter second number. Okay, second number. Then let z is equal to x plus y. Okay, ഇനി ഞാൻ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പോവാണ്. document dot write of z വരും എന്നുള്ളത് നോക്കാം. സോ ഞാൻ റൺ ചെയ്യുന്നു. സോ എന്ത് വരുന്നു? പ്രോംപ്റ്റ് വരുന്നു എൻ്റെ ഫസ്റ്റ് നമ്പർ ഒരു 56 എന്ന് കൊടുത്തു. എന്നിട്ട് ഓക്കെ. എന്നിട്ട് കണ്ട രണ്ടാമതും പ്രോംപ്റ്റ് വിളിക്കുകയാണ്. സോ എൻ്റെ സെക്കൻഡ് നമ്പർ 20 കൊടുത്തു. സോ 5620 എന്ന് വന്നു. 5620 എന്ന് വന്നു. നമുക്ക് ആക്ച്വലി വരേണ്ടത് 56 + 20 ആണ് വരേണ്ടത്. സോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എടുക്കുന്നത് യൂസർ ഇൻപുട്ടായിട്ട് എടുക്കുന്ന ഒരു സ്ട്രിങ് ആയിട്ടാണ്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് 56 20 വൈ 20 അത് രണ്ടും സ്ട്രിങ് ആയിട്ട് എടുക്കുക. സോ പ്ലസ് വെച്ച് കൺകാറ്റിനേറ്റ് ചെയ്യുക. അതാണ് 5620 എന്ന് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു നമ്പറിലോട്ട് മാറ്റുന്നത്? അത് നമ്പറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ ഈ പറയുന്ന സ്ട്രിങ്ങിനെ കൺവേർട്ട് ചെയ്യണം, നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് കൺവേർഷൻ ഉണ്ട്. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് നമ്പർ, ഓക്കെ, ഇതിൻ്റെ നമ്പർ ഓഫ്
നമ്പർ ഓഫ് എക്സ്, അതേപോലെ നമ്പർ ഓഫ് വൈ. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും നോക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ 34 കൊടുത്തു, സെക്കൻഡ് ഞാൻ 20 കൊടുത്തു. സോ എന്ത് വന്നു? 34 + 20 ദാറ്റ് ഈസ് 54. സോ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് യൂസർ ഇൻപുട്ട് ഗെറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ യൂസർ ഗെറ്റ് ചെയ്യുന്നത് ഇൻപുട്ട് സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ എക്സിൻ്റെ വാല്യൂ ആദ്യം 20, വൈൻ്റെ വാല്യൂ ഞാൻ 30 എടുത്തു കഴിഞ്ഞാൽ 20 + 30 50, 20 + 30 50 വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും Z is equal to എന്ത് വരും? 15 വരത്തില്ല, 20 30 എന്നേ വരത്തുള്ളൂ. സോ എനിക്ക് ആ ഒരു എക്സിൻ്റെ സ്ട്രിങ്ങിൻ്റെ അതിനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് എക്സ് കൊടുക്കുക. നമ്പർ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ അകത്ത് കിട്ടുന്ന 20നെ എന്താ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ വൈനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ 20 + 30 50 എന്ന് വരും. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആ ഫസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഫസ്റ്റ് പ്രോംപ്റ്റ് വരും, ഞാനതിന് 20 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി സെക്കൻഡ്, സോ 30 എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പം എന്ത് വന്നു? 50 എന്ന് വന്നു. ഓക്കെ, അപ്പം ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഡോക്യുമെൻറ്റ് ഇങ്ങനെ കൊടുക്കാം. സം ഓഫ് എക്സ് ആൻഡ് വൈ, x and y is plus z കൊടുക്കാം. സോ സേവ് ചെയ്തു. ഫസ്റ്റ് ഞാൻ 20, ഫസ്റ്റ് നമ്പർ ഞാൻ 20 എന്ന് കൊടുത്തു, സെക്കൻഡ് നമ്പർ ഞാൻ 30 എന്ന് കൊടുത്തു. സോ സം ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് 50 എന്ന് വന്നു. ഓക്കെ, സം ഓഫ് എക്സ് ആൻഡ് വൈ ഇസ് 50. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് നമ്പർ ഓഫ് എക്സ് ഒന്ന് കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല, കാരണം സ്ട്രിങ് ആയിട്ട് എടുക്കത്തുള്ളൂ. സോ അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളും പഠിച്ചു. യൂസിൽ നിന്ന് എങ്ങനെയാണ് ഇൻപുട്ട് കിട്ടുന്നതെന്ന് പഠിച്ചു. ഇനി ഒരു ഇതിന് സ്ട്രിങ്ങിനെ നമുക്ക് എങ്ങനെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പഠിച്ചു. അതേപോലെ നമുക്ക് നമ്പറിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതേപോലെ ബൂളിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. നമ്പർ ഓഫ് എക്സ് എന്ന് കൊടുക്കുമ്പോൾ അതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യും. ബൂളിയനെ നമ്പർ ആക്കണമെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ടൈപ്പ് കൺവേർഷൻ്റെ അകത്ത് അത് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഞാൻ സം ഓഫ് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീൻ മെത്തേഡും പഠിച്ചു. കീബോർഡ് ഇൻപുട്ട് പഠിച്ചു. ഓക്കെ, പ്രോംപ്റ്റും മറ്റത് console.log, document.write, alert, inner HTML.